അത് ശിവയോഗത്തിൽ ഇത് എത്രാമത് സ്റ്റേജ് ഇനി നിങ്ങൾക്ക് വന്ന് ശിവരൂപം കഴിഞ്ഞല്ലേ? ശിവരൂപം കഴിഞ്ഞു. അത് അടുത്തത് നിന്ന് ശിവദർശനം, ശിവയോഗം, ശിവഭോഗം, ഈ 3 നോക്കണം. അപ്പോൾ ഈ ശിവദർശനം അങ്ങനെയെന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി, നമ്മൾ ഈ ദേഹമല്ല, നമ്മൾ ഈ ആത്മാവാണ്. പക്ഷേ ആത്മാവ് ഇരുന്നാലും പോരെ, അതിനെക്കാട്ടിലും അതിൽ കലർന്നു നിൽക്കുന്ന പൊരുളായ ശിവനെ, അരൂപ ശിവനെ കാണണം. എന്തോന്ന്? അരൂപ ശിവനെ കാണുന്നതാണ് ശിവദർശനം. നിങ്ങൾക്ക് ശിവലിംഗം എന്ന് പറഞ്ഞാൽ അരൂപ രൂപം. എന്തോന്ന്? അരൂപ രൂപം. നിങ്ങൾ നടരാജമൂർത്തി എന്ന് പറഞ്ഞ രൂപം. എന്തോന്ന്? രൂപം. നിങ്ങൾ കിരാതമൂർത്തിയായിരിക്കുന്ന വഴിപെടുന്നത് രൂപം. വൈക്കത്ത് കിരാതമൂർത്തിയല്ലേ? വൈക്കത്ത് നിങ്ങൾ പോയി വൈക്കത്തപ്പൻ്റെ ഫോട്ടോ വാങ്ങിച്ചാൽ അങ്ങനെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളൊക്കെ വച്ചിരിക്കും. അപ്പോൾ കിരാതമൂർത്തി, അതൊക്കെ രൂപം. എന്തോന്ന്? രൂപം. പക്ഷേ നിങ്ങൾ ഈ ശിവയോഗത്തിൽ ഈടുപെടുന്നത് അരൂപ ശിവത്തെയാണ് എയിം ചെയ്യണം. അരൂപ ശിവം. എന്തോന്ന്? അരൂപ ശിവം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും എങ്കും ഇറൈമയമേ, എല്ലാം ശിവമയമാണ്. കാണുന്ന എല്ലാം ശിവമയമാണ്. അത് എല്ലാ എനർജിയാണ്. ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ എത്തണം. ആ സ്റ്റേജിൽ എത്തുന്നതാണ് ശിവദർശനം. നേരത്തെ ഉള്ളതിൽ അങ്ങനെയല്ല. ശിവൻ തന്നെ കാഴ്ച തരണം. വരുമ്പോൾ പുലിത്തോലും എടുത്തുകൊണ്ട് വരണം. എന്തോന്ന്? നേരത്തെ ഉള്ളതിൽ എന്തോന്ന്? ശിവൻ വരണം, വരുമ്പം പുലിത്തോൽ കൊണ്ടുവരണം, മറ്റേ പാമ്പെടുത്ത് തവളിട്ടിരിക്കണം, ശൂലായുധം വെച്ചിരിക്കണം. എന്നാലേ നിങ്ങൾ ശിവനെ റെസ്പെക്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ശങ്കരാചാര്യർ പറഞ്ഞ പോലെ ചണ്ടാളാന്ന് വിളിച്ച് കളഞ്ഞു. എന്തോന്ന്? ശിവനെ നോക്കിയില്ല, ചണ്ടാളാന്ന് വിളിച്ചു. കാരണം എന്ന് വെച്ചാൽ അങ്ങേര് യൂണിഫോം ഇടാതെ അവസരത്തിൽ വന്നു. എന്തോന്ന്? യൂണിഫോം ഇടാതെ വെച്ചാൽ നിങ്ങൾ പോലീസുകാരൻ യൂണിഫോം പോടാതെ മഫ്റ്റിയിൽ വന്നാൽ കടക്കാരൻ വന്ന് ബഹളം ഉണ്ടാക്കി ഉണ്ട്. ഇവിടെ പൊന്മണിക്കവേൽ എന്ന് പറഞ്ഞ ഒരു ഇപ്പോൾ റിട്ടയർഡ് IG, നേരത്തെ SP ആയിരിക്കുമ്പോൾ എന്താ ഒരു പെട്ടിക്കടക്കാരൻ്റെ അടുത്ത് പോയി എൻ്റെ കടയെ ഇங்கே വയ്ക്കக்கூடாது, തള്ളി വെക്കണം അങ്ങനെ പറഞ്ഞ് പോടാന്ന് പറഞ്ഞാൽ അവന് അറിഞ്ഞൂടല്ലോ. മഫ്റ്റിയിലിരിക്കുന്നതുകൊണ്ട് അവന് SP എന്ന് നോക്കി, പോടാ നിൻ്റെ അടുത്ത് ഞാൻ എന്താണെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓടി വന്ന് പോലീസുകാരൻ വന്ന് അവനെ അടിക്കാൻ പോയി. അപ്പോൾ പറഞ്ഞ് അവനെ അടിക്കുമൊന്നും വേണ്ട, അവന് ഞാൻ SP ആണെന്നുള്ളത് അറിഞ്ഞൂടാ. കാരണം വെച്ചാൽ സിവിൽ ഡ്രസ്സിൽ വന്നിരിക്കുന്നു, അതുകൊണ്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതേമാതിരി അർജുനനും ശിവനെ അടിച്ച് കളഞ്ഞു. എന്തോന്ന്? അർജുന ബെല്ല് വെച്ച് അടിച്ച്. കാരണം വെച്ചാൽ ഇങ്ങനെ മറ്റേ പാമ്പ് ഇതൊക്കെ ഇടാതെ വെറുതെ വേടൻ്റെ വേഷത്തിൽ വന്ന് ഫൈറ്റ് ചെയ്തപ്പോൾ എല്ലാതെന്ന് വെച്ചാൽ അത് ശിവ ഒരു ലെവലും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അരൂപ ശിവത്തെ മനസ്സിലാക്കാണ് ശിവയോഗത്തിൻ്റെ തുടക്കം. എന്തോന്ന്? അരൂപ ശിവം എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നസ്, ഹയർ കോൺഷ്യസ്നസ്. ശിവം എന്ന് പറഞ്ഞ ഒരു ഹയർ കോൺഷ്യസ്നസ് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് അരൂപ ശിവം. മനസ്സിലായ? അപ്പോൾ ഇതിൽ നിന്ന് അടുത്ത സ്റ്റേജിൽ പോകുന്നത് ശിവയോഗം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് കോൺഷ്യസ്നസ്. അതെന്തോട് ഈ കോൺഷ്യസിനെ പിടിക്കണം, എന്ത് ചെയ്യണം? അപ്പോൾ ശിവയോഗ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. സ്റ്റാർട്ടിങ് ഫ്രം ചക്ര ആക്ടിവേഷൻ യോഗ. എന്തോന്ന്? ചക്ര ആക്ടിവേഷൻ യോഗയിൽ മൂലാധാരത്തെ ക്രാസ് ചെയ്യുമ്പോൾ ബ്രഹ്മ ആരെന്ന് മനസ്സിലാവും. ബ്രഹ്മ എനർജി നിങ്ങൾക്ക് കിട്ടും. അടുത്ത സ്വാധിഷ്ഠാനത്തൊക്കെ വിഷ്ണുവിൻ്റെ എനർജി കണക്റ്റ് ആവും. മണിപൂരകം ക്രാസ് ചെയ്യുമ്പോൾ രുദ്രൻ്റെ എനർജി കണക്റ്റ് ആവും. അനാഹതം ക്രാസ് ചെയ്യുമ്പം മഹേശ്വരൻ്റെ എനർജി കണക്റ്റ് ആവും. വിശുദ്ധി ക്രാസ് ചെയ്യുമ്പം സദാശിവൻ്റെ എനർജി കണക്റ്റ് ആവും. അടുത്തത് ബിന്ദു നാദം ബിന്ദു പരനാദം എന്നുള്ള എനർജി കണക്റ്റ് ആവുന്നതാണ് ശിവയോഗം. അപ്പോൾ ഇങ്ങനെ എന്തെന്ന് വെച്ചാൽ ഈ യോഗ പ്രാക്ടീസ് ചെയ്തിട്ട് ആ എനർജി നിങ്ങൾക്ക് എപ്പോൾ ദേഹത്തെ അകത്തും പുറത്തും അങ്ങനെ വിരിഞ്ഞ് നിൽക്കും. മനസ്സിലായ? അങ്ങനെ ശിവജ്ഞാനത്തിൽ അങ്ങനെ ഊറി നിൽക്കുന്നതാണ് ശിവയോഗത്തിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ മുക്തി എടുത്തുകൊണ്ട് പോകും. എന്തോന്ന്? മുക്തിക്ക്. മറ്റേ പതഞ്ജലി യോഗ ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യുന്നത് വെറും ആസനവും പ്രാണായാമവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ അപ്പോൾ ചാവുന്നവരെ ഇത് ചെയ്താലും അവർ മുക്തി കിട്ടില്ല. എന്തോന്ന്? അപ്പോൾ മുക്തി കിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അവർ അതിനൊരു ഫിസിക്കൽ എക്സസൈസ് മാതിരിയല്ലേ ചെയ്യുന്നത്. എല്ലാ യോഗ സെൻറ്ററിലും ഒരു ഫിസിക്കൽ എക്സസൈസ് മാതിരിയാണ് ആസനവും പ്രാണായാമവും. ഇൻ്റർനാഷണൽ യോഗ ഡേ അതിൽ തലകുത്തി നിൽക്കുന്നത് അത് ആസനം. അതിന് ഞാൻ വെച്ചിരിക്കുന്ന പേര് മങ്കി സർക്കസ് യോഗ. എന്തോന്ന്?
മങ്കി സർക്കസ് യോഗ. ഇതാണ് ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കി. അതിൻ്റെ അടുത്ത സ്റ്റേജ് പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അപ്പോൾ പ്രത്യാഹാരത്തിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് തത്വങ്ങളൊന്ന് വിടുപെടുന്നത്. അടുത്തത് ധാരണ എന്ന് വരുമ്പോൾ നിങ്ങൾ സെൽഫ് റിയലൈസേഷൻ, ആത്മജ്ഞാനങ്ങൾ വരും. ധ്യാനത്തിൽ വരുമ്പോഴാണ് ശിവൻ്റെ ഒരു ശിവൻ്റെ ഒരു അനുഭവത്തോട് ലിങ്കാവും. അടുത്തത് സമാധിയിലാണ് യു വിൽ ബിക്കം ശിവ. അതല്ലേ, യു വിൽ ബിക്കം ശിവ. അപ്പോൾ സമാധിയിൻ്റെ ശിവഭോഗം. നിങ്ങൾ സമാധിയിൽ അങ്ങനെ കണ്ടിന്യൂസ് ചെയ്തായിട്ട് പ്രസ്സായി അതിൻ്റെ അകത്ത് ഊറി നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശിവൻ്റെ മുടി, അതായത് തലയുടെ ദർശനം കിട്ടും, ദേഹത്തിൻ്റെ ദർശനം കിട്ടും, തിരുപാദങ്ങളുടെ ഇത് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ദർശനം നിങ്ങൾക്ക് ശിവഭോഗമായിട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനുഷ്യൻ തനു, കരണം, ഭുവനം, ബോഹം, അങ്ങനെ ഒരു 4 ഇതിലിരിക്കുകയാണ്. അപ്പോൾ ധനു, കരണം ഇത് വെച്ച് ഈ ഭുവനത്തെ അവർ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് സാധാരണക്കാർ. എന്താണെന്ന് വെച്ചാൽ ഈ ധനു, കരണം വെച്ച് ഭുവനത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവൻ എന്തെന്ന് വെച്ചാൽ ശിവയോഗി ധനു, കരണം അതേമാതിരി ഭുവനത്തെ യൂസ് ചെയ്ത് ബോഹം എന്ന് പറയുന്നത് സാധാരണ ബോഹത്തിൽ നിന്ന് ലിഫ്റ്റായി ശിവഭോഗത്തിൽ അനുഭവിക്കും. എന്തോന്നു? അപ്പോൾ എപ്പോൾ നോക്കിയാലും അവർ ബ്ലിസ്ഫുൾ സ്റ്റേജിലിരിക്കും. എപ്പോൾ വെച്ചാലും ബ്ലിസ്ഫുൾ സ്റ്റേജിലിരിക്കും. എന്നിട്ട് അവർ മുക്തി കിട്ടും, അടുത്ത ജന്മമില്ല. അപ്പോൾ ഇനി ഈ ലോകത്ത് അവർ വന്നു കഴിഞ്ഞു. പക്ഷേ വന്നത് ശിവയോഗത്തിൽ കംപ്ലീറ്റ് മാർക്ക് നിങ്ങൾ വാങ്ങിച്ചാലും, നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര വയസ്സ് വരെ ഇരിക്കണമെന്ന് ജാതകത്തിൽ ഫലമുണ്ടായി, ഇത്ര വയസ്സ് വരെ ഇരുന്നോട്ടല്ലേ പോകും. അപ്പോൾ അതുവരെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ ക്ഷേത്രത്തിൽ പോകും, ധ്യാനത്തിൽ ഈടുപെടും. ഈ സ്റ്റേജ് ആകുമ്പോൾ നിങ്ങളുടെ കൈ, കാല്, ജ്ഞാനേന്ദ്രിയങ്ങൾ പ്ലസ് അന്ധകരണങ്ങൾ പ്ലസ് നിങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങളെല്ലാം ശിവൻ്റെ ഉപകരണങ്ങളാக മാറും. എന്തോന്ന്? ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് മനുഷ്യൻ്റെ ഉപകരണങ്ങൾ, അതിൻ്റെ പേര് പശുകരണങ്ങൾ പറഞ്ഞാൽ ആർഡിനറി മാൻ അവൻ കാല കൊണ്ട് വേല ചെയ്യും, അതിനെ നല്ല കടയിൽ പോയി നല്ല വാങ്ങിച്ച് തിന്നും. അത് അറിയണം. ഈ ശിവയോഗി എന്ത് ചോദിച്ചാൽ എപ്പോഴും ധ്യാനത്തിലിരിക്കും, ഇരുന്നിട്ട് ശിവൻ മറ്റുള്ളവർക്ക് ഗൈഡ് ചെയ്യും. ഈ ആത്മലാഭത്തിനുള്ള ക്ലാസ്സുകൾ എടുക്കും, അവരെ ആത്മീയമായിട്ടുള്ള സ്ഥലങ്ങളിൽ വിളിച്ചു വിടും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഉജ്ജയിനി വന്നാൽ പോരാ, ഇനി ഒരു 10 പേരെ കൂടെ അവിടെ വിളിച്ചുകൊണ്ട് പോയി അതൊരു സർവീസ് അങ്ങനെയൊക്കെ അവർക്ക് മോട്ടിവേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇന്നലെ തിരുവണ്ണാമലയൊക്കെ നെയ്യാറ്റങ്കരയിൽ നിന്ന് ഒരു പയ്യൻ വന്നപ്പോൾ എന്തെന്ന് വെച്ചാൽ അവന് ഇന്നും വരണമെന്നുള്ള എണ്ണമുണ്ട്, അവൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചുകൊണ്ട് വരണമെന്നുള്ള എണ്ണം. അപ്പോൾ ഒരു മോട്ടിവേഷൻ വന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈടുപെടും. ശിവഭോഗത്തിൽ 100 മാർക്ക്, ശിവയോഗത്തിൽ 100 മാർക്കാണ് ശിവഭോഗം. അതിലിരിക്കുന്നവർ മുക്തി കിട്ടിക്കഴിഞ്ഞ് എന്നാലും അടുത്തവരെ അവരുടെ താഴെ സ്റ്റേജിലുള്ളവരെ, 1ാം സ്റ്റേജിൽ തത്വരൂപമുള്ളവരെ, 2ാം സ്റ്റേജ് 3ാം സ്റ്റേജിലുള്ളവരെ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യാനുള്ള ട്രയൽ വർക്ക് ചെയ്യുന്നത്, മുകളിലോട്ട് വർക്ക് ചെയ്യുന്ന വർക്ക്, അതിൻ്റെ പേര് ജ്ഞാന വേൾവി. അതിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുന്നു. അതല്ലേ അവരുടെ അപ്പോൾ ഞാൻ ഇപ്പോൾ ഏത് സ്റ്റേജിലിരിക്കുന്നു? ശിവ 10ാമത് സ്റ്റേജ്. നമ്മൾ ഫുൾ ടൈം ശിവയോഗ ടീച്ചിങ്, അവരെ ഗൈഡ് ചെയ്യുക, അത് ചെയ്യുക എന്നുള്ള സ്റ്റേജിൽ വെച്ചിട്ട് അതിനെടുത്ത് നമുക്ക് എത്ര കൊല്ലം ഇരിക്കണം എന്നുള്ളത് കംപ്ലീറ്റ് ആകുമ്പോൾ അവർ ഈ ദേഹത്തിൽ നിന്ന് റിലീസായി പോകും. ഇപ്പോൾ ഈ 10 സ്റ്റേജ് മനസ്സിലായല്ലോ. ഇത് ഒരു പിൽഗ്രിംസ് പ്രോഗ്രസ്, ഒരു യോഗി യാത്ര ചെയ്യുന്ന ട്രാവലാഗ്. നിങ്ങൾ കാസർഗോഡ് നിന്ന് കന്യാകുമാരി പോകണമെങ്കിൽ കാർ എടുത്തുകൊണ്ട് വന്നു, ഇപ്പോൾ കാലിക്കറ്റായി, ഇപ്പോൾ ഇതായി, അതായി, ഒടുവിലെ കന്യാകുമാരി എത്തി. അതേമാതിരി ഉള്ള ഒരു കിലോമീറ്റർ കണക്ക് മൈലേജ് കല്ലാണ് ഈ 10 സ്റ്റേജും. ഈ മൈലേജ് കല്ല് വെച്ച് നിങ്ങൾ എവിടെ എത്തിയിട്ടുണ്ടെന്ന് നിങ്ങളെ മാർക്കിട്ടോളാം. അതാണ് നമ്മുടെ ശിവയോഗ പരീക്ഷയിൽ ആളാളാ മാർക്കിടുന്ന ഒരു ടെക്നിക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ തന്നെ മാർക്കിട്ട് നിങ്ങൾ എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇതാണ് ദശകാര്യം. ഓക്കെ, നാളെ പശുപതി പാസം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ റൈറ്റ്.